ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ എന്ത് ഡിസിഷൻ ആണ് എടുത്തിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്? ഓക്കെ, റിലേഷൻഷിപ്പിൽ അവർ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്? അവരെന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ടോ? യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇത് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഡിസിഷനാണ് അവർ എടുത്തിട്ടുള്ളത്? ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്? ഓക്കെ, റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്? ഓക്കെ, ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരെടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുവാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് ഒരു നോ പറയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വ്യക്തികളുടെ ബേർഡൻസ്, പ്രോബ്ലംസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു വ്യക്തിയുടെ തോളിൽ ഏറ്റേണ്ടി വരുന്നു എന്ന് സാരം. ഇവർക്ക് എപ്പോഴും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നവര്. അവര് സ്വയം ഈ ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇത് കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ, സാരമില്ല, ഒന്ന് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യാം എന്ന രീതിയിലാണ് അവർ ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. എപ്പോഴും ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ക്യാരി ചെയ്യുന്നതിനെ കുറിച്ച് അവരുടേതായ ഒരു ചിന്ത അത്തരത്തിലാണ്. അപ്പൊ സെക്കൻഡ് വരുന്ന ഒരു കാർഡില് നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോ ഒരു സെപ്പറേഷനിൽ ആണെന്ന് മനസ്സിലാവും. റിലേഷൻഷിപ്പിന്റെ എൻഡിങ് നിങ്ങളെ സംബന്ധിച്ച് വളരെ പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. വളരെ ആഴത്തിലാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത്. എല്ലാ അവസ്ഥയിലും നിങ്ങൾക്ക് എല്ലാം നഷ്ടമായി പോയി എന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നു. അപ്പൊ ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷെ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ, ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതിൽ നിങ്ങൾ ഹൃദയം തകർന്നു പോയി. എല്ലാ തരത്തിലും നിങ്ങൾ വീണുപോയി. വളരെ ഡീപ്പായിട്ടുള്ള ഒരു മുറിവാണ് നിങ്ങളുടെ ഹൃദയത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രൈസിസിലൊക്കെ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥ, ആ അത്തരത്തിലാണ് നിങ്ങളിപ്പോൾ കാണപ്പെടുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ കൂടെയാണ് എന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ കൂടെയുള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നതിൽ അവരൊട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പിറകിൽ നിന്ന് ഈ ഒരു ബന്ധം തല്ലിക്കെടുത്താനായിട്ട് ഏറ്റവും ഒരു മോശമായ രീതിയിൽ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ വരെ പ്രവർത്തിക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തികളാണ് അവരെന്നും കാണുന്നുണ്ട്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്ക് ആ ഒരു വ്യക്തികളെ കുറിച്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടോ ഈ റിലേഷൻഷിപ്പ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടോ ചിന്തിക്കുന്ന സമയത്ത് വളരെ കണ്ണിങ് ആയിട്ട് നിന്നുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടികൾ ഒപ്പിക്കുന്ന വ്യക്തികളാണ് ഇവരെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ സക്സസ് ആകും, ഉറപ്പാണത്. പക്ഷെ അവര് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ അവരായിരിക്കുന്ന ഒരു കംഫോർട്ട് സോണിൽ നിൽക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത് ഒരു അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം അവർക്ക് ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഒരു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. ഇപ്പോൾ അവരൊരു കംഫോർട്ട് ആയിട്ടുള്ള സോണിലാണ് നിൽക്കുന്നത്. അവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ള രീതിയിലുള്ളൊരു അതായത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണിത്. വെറുതെ എങ്ങനെ നിൽക്കുകയാണ് അവര്.
ആ കംഫോർട്ട് സോണിന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള എനർജി കിട്ടുന്നു. അതുപോലെ തന്നെ നല്ല പേടിയുണ്ട്. അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പല റിസ്കുകൾ ഫേസ് ചെയ്യേണ്ടി വരും, പല കഷ്ടപ്പെടേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് അവർക്ക് ഒത്തിരി ടെൻഷനുണ്ട്. അതുകൊണ്ട് അവരവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് താനും. ഓക്കെ, ഇവിടെ നിങ്ങളായിട്ട് തന്നെ അവരെ ഒരു ഡയറക്റ്റ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കൂടാതെ നിങ്ങളെ സഹായിക്കാനായിട്ട് നല്ല സന്മനസ്സുള്ള ആളുകളെ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരുടെ സപ്പോർട്ട് എടുക്കുക എന്ന യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ഗൈഡൻസ് ഉണ്ട്. അപ്പൊ അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഈ ഒരു വ്യക്തിയെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. അത് നിങ്ങളുടെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ നിങ്ങളുടെ ഐഡിയാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് എങ്ങനെ ആക്ഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഗൈഡൻസ് കിട്ടുന്നത്. അവരെ ഈ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ ഇറക്കുകയാണെങ്കിൽ അവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കും. അവരതിലിങ്ങനെ പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, ഇനി ഒരു പ്രശ്നത്തിലേക്ക് പോകണോ എന്നൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് ധൈര്യമൊക്കെ കൊടുത്തിട്ട് അവരെ ഇതിൽ നിന്ന് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ അവരുടെ സപ്പോർട്ടോടുകൂടി അവരെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ട്, ഒരു എനർജി ഉള്ള വ്യക്തി തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ്, റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തിയും നിങ്ങളും ഒരു ഡിസിഷൻ എടുക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ഒരു ഡിസിഷൻ എടുക്കുന്നില്ല എങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നായി തീരുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. കാരണം ഇവിടെ ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഒരു ഡെസ്റ്റിനിക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളായിട്ട് പരിശ്രമിക്കുന്ന എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു എനർജി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ മാസ്റ്റർ കാർഡിൽ നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് രണ്ടുപേരും ഈ ഒരു സെപ്പറേഷൻ മാറുന്നതിനും വീണ്ടും പഴയ രീതിയിലേക്ക് വരുന്നതിനും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരാനുമായിട്ടൊക്കെ ഉള്ള ആലോചനകൾ നടത്തുന്നുണ്ട്, പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും നിങ്ങളുടെ പേഴ്സൺ അവരുടേതായ രീതിയിലുമുള്ള പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആക്ഷനും എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. ഒരു ആക്ഷനും എടുക്കുന്നില്ല. രണ്ടു കൂട്ടരും ഒരു ആക്ഷനും എടുക്കുന്നില്ല. നിങ്ങളിലേക്ക് വരണമെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് നിങ്ങളിലേക്ക് വരണം. പക്ഷെ അത് എപ്പോൾ വരും, എങ്ങനെ വരും, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അതേക്കുറിച്ച് പല രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അത് മാത്രം ഇവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. എങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്കൊരു അടങ്ങാത്ത തീവ്രമായ ഒരു ആഗ്രഹം, ആ ആഗ്രഹമാണല്ലോ നമ്മളെ അതിനു വേണ്ടിയിട്ട് പൊരുതാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. 1995 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1992 ലെറ്റർ എസ് ഇവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ. ഓക്കെ, ലവബിൾ, നിങ്ങളുടെ പേഴ്സൺ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 22, നമ്പർ 25, ഷോർട്ട് ഹെയർ, ഫിസിക്കൽ ഫിറ്റ്നസ്, 1982 letter J, letter Z, mole on right hand, 639, ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം. 42, നമ്പർ 42, 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല, 1996, റീഡിങ്. ഓക്കെ, ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1994 ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 1 കിട്ടുന്നുണ്ട്. 1979, ബ്യൂട്ടിഫുൾ ഐസ്,
കെയറിങ്, വളരെ കെയറിങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ O, 41, നമ്പർ 8, 1995 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.